പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കൊണ്ട് കർത്തൃമേശ കൊടുപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഓടയിൻ പാസ്റ്റർമാരൊക്കെയാണ് കർത്തൃമേശ കൊടുക്കാറുള്ളത്. പക്ഷേ ഞാൻ പഠിച്ച് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കർത്തൃമേശ അദ്ദേഹത്തോടൊപ്പം നിന്ന് കൊടുക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവം നടത്തിയ എല്ലാ വഴികൾക്കായി സ്തോത്രം ചെയ്യും. ആമേൻ. ജയനമാമ ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ വെച്ച് ഞങ്ങൾ പാഴ്സനേജിൽ പാർത്ത് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചിട്ടുണ്ട്. ദൈവദാസി ഓർത്തും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ പ്രാർത്ഥനയും കൈത്താങ്കരമാണ് ശുശ്രൂഷയിൽ നിൽപ്പാൻ ദൈവം കഴിഞ്ഞാൽ കർത്താവ് ഇടയാക്കിയത്. സ്തോത്രം. ദൈവം നടത്തിയ എല്ലാ വഴികൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാജ്യത്ത് കർത്താവിൻ്റെ ദാസൻ ജയലാൽ പാസ്റ്ററും കുടുംബത്തെയും കർത്താവ് ഉപയോഗിക്കുന്നത് ഓർത്ത് നന്ദിയോടെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. പ്രിയ എബി പാസ്റ്ററോടൊപ്പം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പാർത്ത് ഈ രാജ്യത്ത് അവരുടെ ശുശ്രൂഷകളും അനുഭവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുവാനും കർത്താവിനിക്ക് അവസരം നൽകിയിരിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മുഖവര കൂടുതൽ ഇനി പറയാതെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. യൂദായുടെ ലേഖനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ഈ വചനം ധ്യാനിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. യൂദായുടെ ലേഖനം അതിൻ്റെ 20-ാം വാക്യം വായിച്ചാട്ടെ. 20-ഉം 21-ഉം വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിനായിട്ടൊന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം ഭാവികാല സംഭവങ്ങളെ കുറിക്കുന്നതാണെന്ന് നമുക്കറിയാം. പക്ഷേ ഗ്രന്ഥകാരൻ പുസ്തകക്രമത്തിൽ വന്നപ്പോൾ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത പറഞ്ഞ് പഴയ നിയമ ഇസ്രായേലിനും ചില വ്യക്തികൾക്കും സംഭവിച്ചത് നിങ്ങൾക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും നിത്യതയിൽ പ്രവേശിക്കണം എന്നാഗ്രഹിച്ച് തൊട്ട് മുമ്പ് ആ ഭാവികാല വെളിപ്പാടുകൾക്ക് തൊട്ട് മുമ്പ് ഈ ഒറ്റ അധ്യായം 25 വാക്യങ്ങളുള്ള ഈ ഒറ്റ അധ്യായം എഴുതി ചേർത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാണല്ലോ എഴുത്തുകാരനും ഇതിൻ്റെ ക്രമീകരണം ചെയ്യുന്നയാളുമെല്ലാം. അതുകൊണ്ട് തന്നെ ഈ 25 വാക്യങ്ങൾക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വീണു പോയവരുടെ ദൃഷ്ടാന്തമാണ് പറഞ്ഞേക്കുന്നത്. 2 നിലയിൽ ഒരാളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കാൻ കഴിയും. ഒന്ന്, ജയിച്ചവരുടെ ചരിത്രം പറഞ്ഞ് അവരെ ചൂണ്ടിക്കാണിച്ച് അവരെ പോലെ നിങ്ങളായാൽ നിങ്ങൾക്ക് നിത്യതയിൽ ചെല്ലാം, അല്ലെങ്കിൽ അവാർഡ് വാങ്ങിക്കാം. ഫോർ എക്സാമ്പിൾ. രണ്ടാമത് പറയുന്നത് നെഗറ്റീവാണ്. നീ അവനെ നോക്കിയാൽ നിൻ്റെ കാര്യം പോക്കാണ്, അതുകൊണ്ട് അവനെ നോക്കരുത് എന്ന് പറയുന്ന മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? സ്തോത്രം. അപ്പോൾ നമ്മളിന്ന് ഈ തോറ്റവരെ നോക്കരുത് എന്ന് പറയുന്ന ആ മെത്തേഡിലാണ് നമ്മളിന്ന് വചനം ധ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൽ 3 സംഭവങ്ങൾ ഉണ്ട്, 3 വ്യക്തികളുമുണ്ട്. 3 സംഭവങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം, ആ ഒരു കൂട്ടം ജനം, ആ ഒരു വലിയ സംഭവം, മേജർ സംഭവം. പ്രൈസ് ദി ലോർഡ്. അവരുടെ തകർച്ച. രണ്ടാമത്തേത് പാപം ചെയ്ത ദൂതന്മാരുടെ ആ തകർച്ച, ആ വലിയ സംഭവം. മൂന്നാമത്തേത് സോദോം ഗോമോറ എന്ന ഇരട്ടപ്പട്ടണം ദൈവം സ്വർഗത്തിൽ നിന്ന് തീയിറക്കി നശിപ്പിച്ച് ന്യായവിധി ചാവുകടലായി ദൃഷ്ടാന്തം കിടക്കുന്ന ആ വലിയ സംഭവം. ഇതാണ് ആ 3 വലിയ സംഭവം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത അത് നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു ഐഡിയ വരാൻ വേണ്ടിയാണ്. മറ്റേത് 3 വ്യക്തികളാണ്. അത് 11-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അവർ കയ്യോ കഷ്ടം, അവർ കൈയിൻ്റെ വഴിയിൽ നടക്കുകയും. അപ്പോൾ കൈയിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിരിക്കുകയാണ് ദൃഷ്ടാന്തം കൈൻ.
രണ്ടാമത് പറയുന്നത് ബിലയാമിൻ്റെ വഞ്ചന. ബിലയാമിനെയാണ് രണ്ടാമത് അവിടെ ദൃഷ്ടാന്തമായി പറയുന്നത്. മൂന്നാമത് ആരാണ്? കോരഹിൻ്റെ മത്സരം. കോരഹ്. അപ്പം ഇവരും 3 പേരും ജയിച്ചവരല്ല, അവർ 3 പേരും തോറ്റവരാണ്. മറ്റ് 3 സംഭവങ്ങളും ആ 3 കൂട്ടങ്ങളും അവരും തോറ്റവരാണ്. ഇത്രയും മനസ്സിലായവരൊന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അപ്പം നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ ദൈവം വെച്ചിരിക്കുകയാണ് അല്ലേ? അനന്തമായ, ദിവ്യമായ, ഭാസുരമായ, ശോഭനമായ, തേജസ്സുള്ള, നിത്യമായ ഒരു വാസസ്ഥലം ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. നമ്മളിവിടെ ആരാധിച്ചതെല്ലാം യേശുവിനെ ഉയർത്തി നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? യേശു ഇരിക്കുന്ന സ്ഥലമാണ് ആ ഡെസ്റ്റിനേഷൻ, ആ ഭാവി, ആ സ്വർഗം, ആ നിത്യത. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടേക്ക് നമുക്ക് എത്തണം. എല്ലാ പാട്ടുകളും അവിടെ എത്തിക്കുന്നതായിരിക്കണം. എല്ലാ പ്രസംഗങ്ങളും പറഞ്ഞു അവിടെ നമ്മളെ എത്തിക്കുന്നതായിരിക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തികളും നമ്മളെ അവിടെ എത്തിക്കുന്നതായിരിക്കണം. ആമേൻ. അപ്പോൾ ഇവിടെ നമ്മളെ ഇട്ടേക്കുന്നത് എന്താണോ അതിനെ നമ്മൾ തെരഞ്ഞു പിടിച്ചു കൊല്ലണം. ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടോ? വാസ്തവത്തിൽ നമ്മൾ ദുബൈക്കാരല്ല, ഷാർജക്കാരല്ല, ആമേൻ, കേരളക്കാരുമല്ല, ഇന്ത്യക്കാരുമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ യാക്കോബിൻ്റെയും യോസേപ്പിൻ്റെയും വാർദ്ധക്യത്തിൽ യാക്കോബ് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം നിങ്ങളെ സന്ദർശിക്കും, അപ്പോൾ നിങ്ങളിവിടം വിട്ട് പോകേണ്ടി വരും. നീ ഇവിടുത്തെ വലിയ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയിരിക്കും. യോസഫിനെ പ്രധാനമായിട്ട് വിളിച്ച കാര്യമൊക്കെ പറയാതെ ബാക്കി മക്കളെല്ലാം വിളിച്ചു. പക്ഷേ ഇത് നിൻ്റെ രാജ്യം അല്ല. ഇനി യോസഫ് മരിച്ചപ്പോഴെന്നാ പറഞ്ഞത്? എൻ്റെ അസ്ഥികളെ കൂടെ കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? എന്നെ ഇവിടെ അടക്കിക്കോ, നോ പ്രോബ്ലം, പക്ഷേ അസ്ഥി അങ്ങ് കൊണ്ടുപോകണം. ഹലോ. അപ്പോൾ ഒരു പഴയ നിയമ ഭക്തൻ്റെ പുതിയ നിയമ വെളിപ്പാടില്ലാത്ത കാലത്ത് സ്വർഗത്തിൻ്റെ ദർശനം, അതിൻ്റെ ആഴം എത്ര വലുതായിരുന്നു എന്ന് ബോധ്യമുള്ളവർ ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. പക്ഷെ പുതിയ നിയമം വന്നപ്പോഴേക്ക് പൗലോസ് ഇത് ആഴത്തിലങ്ങ് കണ്ടു. ഏതാ? ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ ഒന്നും ഞാൻ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി ആരും എഴുന്നേറ്റ് പോലെ ഇവിടെ കേട്ടോ, അറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ വെളിപ്പാട് കണ്ടു കഴിഞ്ഞപ്പോൾ പറയുക, വിട്ടുപിരിഞ്ഞെനിക്ക് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നതാണ് അത് അത്യുത്തമമാണ്. നിങ്ങളുടെ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ 195 അടിയും പിന്നെ 3 പ്രാവശ്യത്തെ കപ്പൽ ഛേദവും. ഹലോ, ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല. കഴുത്ത് വെച്ചു കൊടുത്തു. ആമേൻ. അപ്പോൾ ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിൽ ആഴമേറിയ ഒരു വെളിപ്പാട് നിത്യതയെക്കുറിച്ച് ഉണ്ടാകണം. അവിടെ നമ്മൾ ചെല്ലണം. അതിനുവേണ്ടി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ബോധ്യമുള്ളവർ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് 5-ാം വാക്യത്തിലേക്ക് വരാം. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇവർ വിശ്വസിച്ചിട്ട് അവരെ കൊണ്ടുപോയതല്ല. പണം മൊത്തം അടച്ച് TV വാങ്ങിച്ചതല്ല. പണം മൊത്തം അടച്ച് വണ്ടി വാങ്ങിച്ചത് അല്ല. പിന്നെ എങ്ങനെയാ? പോകുന്ന വഴിക്ക് EMI അടച്ചാൽ മതിയായിരുന്നു. മനസ്സിലാവുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കരുണ കാണിച്ചതാ. പണം മൊത്തം അടയ്ക്കുന്നതിന് മുമ്പ് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി, TV നമ്മുടെ കയ്യിൽ കിട്ടി, വീട് നമ്മുടെ സ്വന്തമായി മാറി. ഇനി പോന്ന വഴിക്ക് മര്യാദയ്ക്ക് EMI അങ്ങ് അടച്ച് തീർന്നാൽ നമ്മുടെ സ്വന്തമാണ്. പക്ഷേ EMI അടയ്ക്കാനുള്ള അവസരം ഒരുക്കിയിട്ടും, ശ്രദ്ധിക്കണേ, വണ്ടി നമ്മുടെ കയ്യിൽ മുമ്പേ തന്നിട്ടും, വീട് നമുക്ക് പണിത് തന്നിട്ടും
നമ്മളവിടെ എത്താതെ പോയാൽ, കിട്ടിയ വീടിനകത്ത് എത്താതെ പോയാൽ നമ്മളെപ്പോലെ ഭോഷര് വേറെ ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവുന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മളങ്ങനല്ല. നമ്മൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ആഴത്തിൽ വിശ്വസിച്ച് പാപമേറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് ആ ഒരു ക്രൂശ് മരണത്തെ, യേശു ക്രിസ്തുവിനെ ആഴത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ദൈവമക്കളായി മാറിയത്. ശരിയാണോ? ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പക്ഷെ അവർക്കതിനേക്കാളും കൺസെഷൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നീ ആ കുഞ്ഞാടിനെ ഒന്നറുത്ത് രക്തം പുരട്ടിക്കൂ, പോന്ന വഴിക്ക് ഞാൻ ചെങ്കടൽ പിളർക്കും, അത് നീ കാണുമ്പോൾ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാകും. മനസ്സിലായില്ലേ പറഞ്ഞേ? അപ്പം ചെങ്കടൽ പിളർക്കുന്നത് കണ്ടപ്പോഴെങ്കിലും ഈ ദൈവത്തെ അവർ ആഴമായി വിശ്വസിക്കണമായിരുന്നു. വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ, ആ വചനമാണ് പറഞ്ഞു, വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇനി അപ്പോൾ അത് ക്ലിയർ ആയല്ലോ, എല്ലാവരുടെയും ഹൃദയത്തിൽ അതുണ്ടാകണം. അപ്പം ചെങ്കടൽ പിളർന്നപ്പോൾ വിശ്വസിക്കണമായിരുന്നു. ശ്രദ്ധിച്ചാട്ടെ. യോർദാൻ വറ്റിയപ്പോൾ വിശ്വസിക്കണമായിരുന്നു. യെരിഹോ വിടിഞ്ഞപ്പോൾ ഒന്നുകൂടെ വിശ്വസിക്കണമായിരുന്നു. ആ 31 രാജാക്കന്മാരെ യോശുവ വെട്ടിയപ്പോൾ പിന്നെയും വിശ്വസിക്കണമായിരുന്നു. അളവ് നൂലുകൊണ്ട് അളന്നു കൊടുത്തപ്പോൾ വിശ്വസിക്കണമായിരുന്നു. ഹലോ, ഒന്നാമത്തെ വിസ അടിച്ചപ്പോൾ വിശ്വസിക്കണമായിരുന്നു. ഹലോ, ആ ക്യാൻസർ സൗഖ്യമായപ്പോൾ വിശ്വസിക്കണമായിരുന്നു. ആ പൈശാചിക ബന്ധനത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചപ്പോൾ വിശ്വസിക്കണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹലോ, മറ്റവൻ നിന്ന് വെല്ലുവിളിച്ചപ്പോൾ അവൻ ജയിക്കാൻ അനുവദിക്കാതെ ദൈവം നിനക്ക് ജയം തന്നപ്പോൾ നീ വിശ്വസിക്കണമായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ നീ വിശ്വസിക്കണമായിരുന്നു. ഒരിക്കലും ഒരു വണ്ടി ഓടിക്കത്തില്ല, ആമേൻ, അതിന് അർഹനല്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് മുന്തേന വാഹനം ഓടിക്കാൻ ദൈവം കയ്യിൽ തന്നെങ്കിൽ അത് നീ വിശ്വസിക്കണമായിരുന്നു. ഈ നാട്ടിൽ വന്നൊരു ഫ്ലാറ്റിൽ പാർക്കത്തില്ല, ആമേൻ, വാടകയ്ക്ക് റെന്റിനായിരിക്കും, ആമേൻ എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് 99 കൊല്ലത്തേക്ക് നിനക്കൊരു വഴി ദൈവം തുറന്ന് ഒരു വീട് തന്നെങ്കിൽ നിനക്ക് വിശ്വസിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മുടെ അവിശ്വാസം കൊണ്ട് ദൈവരാജ്യം അടഞ്ഞു പോകരുത്. കരമൊന്ന് തട്ടി കർത്താവിനെ സ്തുതിക്കാമോ? ഘടകൽക്കമന മധുരാശകം അർത്ഥപരകം തലകട്ടി ഘട്ടമട്ടി മനകാതുരം പരം ഭാരവേദകതല ഘടകം. ഹല്ലേലൂയ. ഏത് കാര്യത്തിനാ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാത്ത? നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടാവും, അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും. ചില വിഷയങ്ങളിൽ അവളെ വിശ്വസിക്കാൻ കൊള്ളുകയില്ലെന്ന് പറയും. പക്ഷെ എൻ്റെ ചോദ്യം, ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഏത് കാര്യത്തിലാ? ഹലോ, നിങ്ങളൊന്ന് പറ, ഒരു ആൻസർ പറ. ഒരു കാര്യത്തിലും നമുക്ക് ദൈവത്തെ അവിശ്വസിക്കാനൊക്കത്തില്ല. ദൈവത്തെ ആഴമായി വിശ്വസിക്കണം. ആമേൻ. അപ്പം നമ്മളൊരു കാര്യം ഓർക്കണം, ആ വല്യപ്പച്ചനെയാണ് ഓർക്കേണ്ടത്. ഒരു തലമുറ പോലും ഇല്ലാതിരിക്കുമ്പോൾ ബഹുജാതികൾക്ക് നിന്നെ പിതാവാക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ആശയ്ക്ക് വിരോധമായി ആശയോടങ്ങ് വിശ്വസിച്ചു. ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഇവിടെ വിഷയമല്ല. ശരീരം മുഴുവനും ആമേൻ ചുളുണ്ടത് ഇവിടെ വിഷയമല്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നുറച്ച് അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അസാധ്യമായത് ദൈവം സാധ്യമാക്കിയെങ്കിൽ ഇന്ന് പകലും ദൈവത്തിൻ്റെ പൈതല് നിന്റെ മുൻപിലും അസാധ്യമായ ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആമേൻ നീ അവിശ്വസിക്കാതെ സ്വത്രം പറയാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആമേൻ. ഇനി അതിൻ്റെ മറുവശവും കൂടെ ഞാൻ പറയാം. വിശ്വാസമില്ലെങ്കിലും കൈയടിക്കാം, വിശ്വാസമില്ലെങ്കിലും പാട്ട് പാടാം, വിശ്വാസമില്ലെങ്കിലും ഓർഗൻ വായിക്കാം, വിശ്വാസമില്ലെങ്കിലും പ്രസംഗിക്കാം, വിശ്വാസമില്ലെങ്കിലും പാസ്റ്ററായിരിക്കാം, വിശ്വാസമില്ലെങ്കിലും സെക്രട്ടറി ആയിരിക്കാം, വിശ്വാസമില്ലെങ്കിലും കൗൺസിലെ മെമ്പറായിരിക്കാം. അതിന് വിശ്വാസം വേണമെന്നില്ല.
ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? വിശ്വാസമില്ലെങ്കിലും സ്വോത്ര കാഴ്ചയിടാം. എനിക്ക് ഇഷ്ടം പോലെ കാശ് വരുന്നുണ്ട്, ചാരിറ്റി 50,000 കിട്ടുന്നതാ, 1000 പോട്ടെന്നേ, വിശ്വാസമൊന്നും വേണമെന്നില്ല. പക്ഷേ വിശ്വാസത്തോടിടുന്ന സ്തോത്ര കാഴ്ചയ്ക്കകത്താണ് അത്ഭുതം. വിശ്വാസത്തോടെ പറയുന്ന പ്രസംഗത്തിനകത്താണ് രൂപാന്തരം. വിശ്വാസത്തോടെ പാടുന്ന പാട്ടിനകത്താണ് ആത്മശക്തി ഇറങ്ങുന്നത്. വിശ്വാസത്തോടെ നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളിലാണ് ദൈവപ്രസാദമുണ്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് ആത്മീക ഭൗതിക പ്രവൃത്തികളും ചെയ്യുന്നത് വിശ്വാസത്തോടെ ആയിരിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഒരുപാട് വാക്യങ്ങളകത്ത് കയറി വരിക. അവരുടെ വിശ്വാസ കപ്പൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോണ്ടിരിക്കണം കേട്ടോ. അവരുടെ വിശ്വാസ കപ്പൽ ഉടഞ്ഞുപോയി. അങ്ങനല്ലേ നമ്മൾ വായിക്കുന്നത്? ആരുടെയാണ്? അലക്സാണ്ടർ അച്ചാൻ്റെയും ഉമ്മനിയോസ് അച്ചാൻ്റെയും വിശ്വാസ കപ്പൽ ഉടഞ്ഞുപോയി. രണ്ടുപേരും കമ്മിറ്റി കാണുമായിരിക്കും, എൻ്റെ ഭാവന ഞാൻ പറയുക. മിക്കവാറും കണക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത പാസ്റ്റർ ഇങ്ങനെ പോകണം, ഇങ്ങനെ വേണം, ഒരു വോട്ടേജ് മീറ്റിംഗ് കൂടെ വെക്കണം, പാട്ടിന് ഇച്ചിരൂടെ ഒരു ചൂട് വേണം, പ്രസംഗം ഇച്ചിരൂടെ ഒന്ന് സ്പീഡാക്കണം എന്നൊക്കെ പറഞ്ഞവരായിരിക്കും ഇവർ രണ്ടുപേരും. കുറേ കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ പറഞ്ഞു, നമുക്കിപ്പം അങ്ങനൊന്നും ദൈവം ഉണ്ടെന്നും പറഞ്ഞ് നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ ഒരു യോഗം മുടക്കി, 2 യോഗം മുടക്കി, പിന്നെ വരുന്നവരോട് വരണ്ടെന്ന് പറയിച്ചു. പാസ് തന്നെ എല്ലാം അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർ പിന്നെ യോഗത്തിന് വരാതായി അവരുടെ വിശ്വാസ കപ്പലം ഉടഞ്ഞുപോയി. ഈ കപ്പൽ ഉടഞ്ഞാൽ ആ ടൈറ്റാനിക്കിൻ്റെ അടിഭാഗം ഇതുവരെ എടുത്തിട്ടുണ്ടോ? ഒന്ന് പറ. ഇല്ല. കപ്പൽ വെള്ളത്തിൽ താണുപോയ പോയി. വിശ്വാസത്തെ ഉപമിച്ചിരിക്കുന്നത് തകർന്നു പോയ, അവിശ്വാസത്തെ ഉപമിച്ചിരിക്കുന്നത് തകർന്നു പോയ കപ്പലിനോടാ. എന്നോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? പോരാ, ശക്തിയോടെ. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി. വിശ്വാസത്താൽ സിംഹത്തിൻ്റെ വായ് വിശ്വാസത്താൽ മല മാറ്റാം. വിശ്വാസത്താൽ അത്ഭുതങ്ങൾ നടക്കും. അപ്പം ഞാനൊരു കാര്യം പറയാം. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ അകത്ത് വചനത്തിൽ വിശ്വാസം ഉണ്ടാകണം, യേശുവിൽ വിശ്വാസം ഉണ്ടാകണം, ആത്മാവിൽ വിശ്വാസം ഉണ്ടാകണം, നിത്യതയിൽ വിശ്വാസം ഉണ്ടാകണം, ന്യായവിധിയിൽ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസത്തോടുകൂടെ നാം ചെയ്യുന്ന പ്രവൃത്തിക്കകത്തെ, ആരാധനയ്ക്കകത്തെ ദൈവപ്രസാദമുള്ളൂ. കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ 1-2 ചിന്തയോടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഈ 10 പേരും 12 പേരെ ഉറ്റുനോക്കാൻ വിട്ടു. 10 പേരും പോയിട്ട് വന്ന് പറഞ്ഞത് നെഗറ്റീവ് റിപ്പോർട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം 1000 പേര് സഭയിൽ ആരാധിക്കാൻ വന്നാൽ 20 പേർക്ക് ശരിക്കും വിശ്വാസമുള്ളൂ. 4 നിലത്തിൽ വിതച്ചാൽ 1 നിലത്തെ ഫലമുള്ളൂ. 4 ഹൃദയത്തിൽ വിതച്ചാൽ 1 ഹൃദയത്തിലെ ശരിയായിട്ടുള്ള ഫലമുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ സഭായുഗത്തിൽ എത്ര പേരുണ്ടെന്നുള്ളതല്ല, നിത്യതയിൽ എത്ര പേര് കാണുമെന്നുള്ളതാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഇനി യേശു തന്നെ പറയാൻ നോക്കൂ, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാണ്. ജീവങ്കിലേക്കുള്ള വഴി ഞെരുക്കവും പറഞ്ഞു, അതിൽ കൂടെ കടക്കുന്നവർ ചുരുക്കവുമാണ്. ആ ചുരുക്കത്തിൽ ഒരാളായി ഞാനുണ്ടാകും. അങ്ങനെ ഉറപ്പുള്ളവർ കരമടിച്ച് ആത്മനിറവിലും ദൈവത്തെ സ്തുതിക്കുക. ഉടകബല രഗതല ഘടകതന. നിന്നെ പിശാച് ഒഴിവാക്കരുത്, സാഹചര്യം നിന്നെ ഒഴിവാക്കരുത്, നിന്റെ നിത്യത നഷ്ടപ്പെടരുത്.
യേശുവിനുള്ള വിശ്വാസം ആഴത്തിലുണ്ടാകണം. ഹല്ലേലൂയ. അതിൻ്റെ രത്ന ചുരുക്കം നമുക്കറിയാം. ആ 10 പേരെയും കൂടെ നിന്നവരെയും ബാധ കൊണ്ട് കൊന്നുകളഞ്ഞു. വളരെ ഗൗരവത്തിലാണ് നമ്മളിത് വചനം ധ്യാനിക്കേണ്ടത്. കൊന്നുകളഞ്ഞു ദൈവം. അപ്പോൾ അവിശ്വസിക്കാത്തവനെ ജീവിക്കാൻ പോലും പിന്നെ ദൈവം എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനി സേരത് തോടിനും കാദേശ് ബർണയ്ക്കും ഇടയിൽ, ആവർത്തനം 2:13-14 വാക്യങ്ങളാണ്. ഇടയിൽ ഈ 38 കൊല്ലം കൊണ്ട് 40 കൊല്ലം കൊണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായ മുഴുവൻ ആളുകളെയും കൊന്നുകളഞ്ഞു. ഡിസ്പ്ലേ ചെയ്തു വന്നിട്ട് അറിയാം. ആവർത്തനം 2:13-14 വാക്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശ്രദ്ധചാട്ടെ, നിങ്ങളുടെ ശ്രദ്ധചാട്ടെ. നമ്മൾ ഈ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചില്ലെങ്കിൽ ഒരു ഓളത്തിന് പോയാൽ നമ്മളങ്ങ് എത്തത്തില്ല. നിങ്ങളുടെ ചേർന്ന് കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. മേൻ. കാദേശ് ബർണയ്ക്കും സേരത് തോടിനും ഇടയിലുള്ള കാലം, ആമേൻ, സ്തോത്രം, 38 കൊല്ലം. ആമേൻ. ആവർത്തനം 2 അതാണോ? അപ്പോൾ അത് വേറെ ആയിരിക്കും. 2 ഓട്ടെ, അതിൻ്റെ റെഫറൻസ് ഞാൻ എടുത്ത് പറയാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനിടയിൽ 14 വാക്യം 38 കൊല്ലം, അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും വായിച്ചോ, അവരോട് സത്യം ചെയ്തിരുന്നത് പോലെ പാളയത്തിൽ നിന്ന്, ഇതാണ് ഈ യൂദാ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൻ്റെ ഉദ്ധരണം, പശ്ചാത്തലം അതാണ്. ഇത്രയും മനസ്സിലായവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. അതുകൊണ്ട് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പറഞ്ഞു. യൂദായുടെ ലേഖനമാണ്. ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു വില കൂടിയ വാച്ചാന്നിരിക്കട്ടെ, ഇതൊരു 50,000 ദിറത്തിൻ്റെ വാച്ചാന്നിരിക്കട്ടെ. ഇത് വേറൊരുത്തൻ കണ്ടു. അപ്പോൾ അവൻ കണ്ടിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വാച്ച് പിടിച്ചു പറിക്കാൻ വരുന്നു. ഹലോ, പിടിയിടുന്നുണ്ടോ? അത് പിടിച്ചു പറിക്കാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിട്ടുകൊടുക്കാതെ ഈ വാച്ച് വളരെ ഭദ്രമായി സൂക്ഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് ദൈവം ഒരിക്കലായി തന്ന വിശ്വാസത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ പിടിച്ചു പറിച്ചുകൊണ്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത് ഈ വിശ്വാസത്തെക്കുറിച്ച് 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട് യൂദായുടെ ലേഖനം. എന്താണ് പറയുന്നത്? അതിവിശുദ്ധ വിശ്വാസം, ഹോളി ഓഫ് ഹോളി. അത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തോടാണ് ഈ വിശ്വാസത്തെ ഉപമിച്ചിരിക്കുന്നത്. 2 വചനമാണ് വിശ്വാസത്തെക്കുറിച്ച്. ഈ 25 വാക്യങ്ങളിൽ 2 വാക്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇത് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസമാണ്. 2, ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. ഇതിനു വേണ്ടി പോരാടി നിന്നില്ലെങ്കിൽ മറ്റവൻ കൊണ്ടുപോകും. കരം തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവനവൻ്റെ വിശ്വാസം ഉറപ്പുണ്ടോ? ഉടകബല രഗതല. ഇന്ന് നീ മരിച്ചാൽ കർത്താവിൻ്റെ അടുക്കൽ എത്തുമോ? അല്ല, കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചാൽ അവനോടൊപ്പം നമ്മുടെ മർത്യമായ ശരീരം രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുമോ? ആഴത്തിൽ ഉറപ്പുണ്ടാകണം. വിസ അടിച്ചോളും, ബന്ധനം അഴിഞ്ഞോളും, വഴി തുറന്നോളും, പണി നടന്നോളും, തലമുറ ജനിച്ചോളും, വിദ്യാഭ്യാസം നടന്നോളും. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ആമേ, കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ എടുക്കപ്പെടുമോ? അടിസ്ഥാനപരമായി വേണ്ടത് വിശ്വാസം. വിശ്വാസം. ആമേൻ. വൃക്ഷത്തിൻ്റെ വേരിനോടും കെട്ടിടത്തിൻ്റെ പില്ലറിനോടുമാണ് ഞാൻ വിശ്വാസത്തെ ഉപമിച്ച് പറയുന്നത്. ഇപ്പോൾ ഇത് എത്ര ബിൽഡിങ്, എത്ര നിലയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദുബൈയിലൊക്കെ 100 നില ചിലപ്പോൾ കാണുമായിരിക്കും, അല്ലേ? ബുർജ് ഖലീഫ വലിയ ഹൈറ്റുള്ള ബിൽഡിംഗ് അല്ലേ? അത്ര ഉയരത്തിൽ ആ ബിൽഡിങ് പോകണമെങ്കിൽ താഴോട്ട് അത്ര ആഴത്തിൽ അതിൻ്റെ പില്ലർ പോകണം. മനസ്സിലാവുന്നുണ്ടോ?
അപ്പം നിങ്ങളുടെ മുകളിലോട്ടുള്ള പ്രവൃത്തി കാണുമ്പോൾ അറിയാം താഴോട്ടുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രയുണ്ടെന്ന്. കാറ്റടിച്ചു, വൻമഴ ചൊരിഞ്ഞു, പക്ഷേ അത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതതായതുകൊണ്ട് അത് വീണില്ല. ആ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പുള്ള തീരുമാനമുണ്ടാകണം. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ ഒന്നും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, അവനിലുള്ള വിശ്വാസത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയത്തില്ല. ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. വൃക്ഷത്തിൻ്റെ വേരെപ്പോഴാണ് ആഴത്തിലേക്ക് ഇറക്കുന്നതെന്ന് അറിയാമോ? കാറ്റടിക്കുമ്പോഴാണ്. കാറ്റടിക്കുമ്പോൾ വൃക്ഷം ആടി ഒലയും. അപ്പോൾ വൃക്ഷത്തിൻ്റെ പിടിച്ചു നിൽപ്പിന് വേണ്ടി ഇതിൻ്റെ വേര്, നാരായ വേര്, തായ് വേര്, പക്കുവേര്, ഇതെല്ലാം ആഴങ്ങളിലേക്ക് ഇത് ഇറക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല കാറ്റുകൾ തമ്പുരാൻ അടുപ്പിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, പിഴുത് കളയാനല്ല, റൂട്ട് ഔട്ട് ചെയ്യാനല്ല, നിന്നെ വെള്ളത്തിലേക്ക് വേര് വലിച്ചിറക്കുക. യേശുവിൻ്റെ നാമത്തിൽ ചില കഷ്ടതകളിലൂടെ, പോരാട്ടങ്ങളിലൂടെ, ചില അപമാനങ്ങളിലൂടെ, ചില ചോദ്യങ്ങളിലൂടെ, ചില രോഗങ്ങളിലൂടെ, ചില ബലഹീനതകളിലൂടെ, ചില സാമ്പത്തികമായ ബാധ്യതകളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പൈതലെയും നിന്റെ വിശ്വാസത്തിൻ്റെ വേര് ആഴത്തിലേക്ക് ഇറക്കാനാണ് ദൈവം കൊണ്ടുപോകുന്നത്. ആമേൻ. ചേർന്ന കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഇന്നലെ ഒരു ദൈവദാസനോടും കുടുംബത്തോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മക്കളില്ല. സ്തോത്രം. അപ്പം ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ മൂത്തത് മകളാണ്, മൂത്തത് 2 പെൺമക്കളാണ്. അപ്പോൾ ആദ്യത്തെ മകൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റർക്ക് ഇനി ഒരു ജോസഫിനെ തരുമെന്ന് പറഞ്ഞു. ഒരു ദൈവദാസൻ ക്ലമൻ്റ് പാസ്റ്ററാണ് പറഞ്ഞു. സ്തോത്രം. തിരുവനന്തപുരത്തുള്ള. പക്ഷെ രണ്ടാമത് ജനിച്ചതും മകളാണ്. പ്രവചനം തെറ്റിയിട്ടില്ല, ജനിച്ചതും മകളാണ്. രണ്ടാമത്തെ മകൾ ജനിച്ച പീരീഡിൽ ഞാൻ 40 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ്. കോട്ടയത്തുനിന്ന് രാത്രിയിൽ ഒരു പാസ്റ്റർ ഞാൻ ഇരിക്കുന്നത് അറിഞ്ഞിട്ട് കൊട്ടാരക്കര വന്നിട്ട് അവിടെ വരികയാണ്, ജീപ്പിനകത്ത് പ്രാർത്ഥിച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അദ്ദേഹം വന്നപ്പോൾ ദൂത് പറയുകയാണ്, ജോസേ, ഇനി 5 വർഷം കഴിയുമ്പോൾ ജോസിനെ പോലൊരു മകൻ ഇവിടെ ഓടി നടക്കുന്നതായി ഞാൻ കാണും. അപ്പോൾ ടോട്ടൽ എത്ര വർഷം എടുത്തെന്നറിയാമോ? 7.5 കൊല്ലം. മൂത്തവളും ഏറ്റവും ഇളയവനായിട്ട്. ഇപ്പോൾ അവനെ കണ്ടാൽ മൂത്തത് അവനാന്നേ തോന്നുള്ളൂ. 7.5 വർഷത്തെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ദൂത് കേട്ട് കഴിഞ്ഞപ്പോൾ ആൺകുഞ്ഞിന് വേണ്ടിയുള്ളതെല്ലാം ഞാൻ സൗദിയിൽ വിസിറ്റിങ്ങിന് പോയ സമയത്ത് വാങ്ങിച്ചുകൊണ്ട് പോരുന്നു. കുഞ്ഞ് ജനിച്ചിട്ടില്ല. 5 കൊല്ലം പെട്ടിയിലിരുന്നു. ജനിച്ചത് 5 കൊല്ലം കഴിഞ്ഞപ്പോഴും പെൺകുഞ്ഞല്ല, ആൺകുഞ്ഞ്. വിശ്വസിച്ച് ഏതാന്ന് കണ്ടിട്ട് പോയി സാധനം മേടിക്കുന്നതല്ല വിശ്വാസം. ദൂത് കേട്ടിട്ടത് സംഭവിക്കുമെന്ന് പറഞ്ഞ് അതിന് മാറ്റം വരത്തില്ല. പറഞ്ഞവൻ ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ ചിലരുടെ ഹൃദയത്തിനകത്തൊരാഴമിറങ്ങിട്ട് വിശ്വാസത്തിൻ്റെ പറഞ്ഞവൻ ദൈവമാണ്. എൻ്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞവൻ, എൻ്റെ തലമുറയെക്കുറിച്ച് പറഞ്ഞവൻ, എൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞവൻ, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞവൻ ദൈവമാണ്. ആമേൻ. അവൻ ആണ് ഇപ്പോൾ സീനിയറായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഇടുന്നുണ്ടോ? പള്ളിയിൽ അത്യാവശ്യം ഓർഗനൊക്കെ വായിച്ച് ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതല്ല, പറഞ്ഞു, കാണാതെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം ഒന്നുകൂടെ ഒന്ന് വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചിലരൊക്കെ മരവിച്ചിരിക്കുകയെന്ന് എനിക്കറിയാം.
ഉടപാരകജല ഘടക ക്ഷമനരാധന ഘടക. ഞങ്ങളെത്ര ദൂത് കേട്ടതാ, ഞങ്ങളെത്ര വചനം കേട്ടതാ. അല്ല, പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം നിൻ്റെ അകത്തളങ്ങളിൽ ആഴങ്ങളിൽ വ്യാപരിച്ചാൽ ഇതുവരെ കണ്ടതല്ല, കേട്ടതല്ല, അനുഭവിച്ചതല്ല, അതിനപ്പുറത്ത് ദൈവത്തിന് ചിലത് ചെയ്യാൻ ഉണ്ട്. ഇന്ന് പകലും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. ഇനി എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ അത്ഭുതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണോ? പറഞ്ഞേ. വേണ്ട. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴാണ് അത്ഭുതം വേണ്ടത്. ഇവിടം മരുഭൂമിയാണ്, സ്ഥലം ശരിയല്ല, നേരം വൈകി, സമയം ശരിയല്ല, എണ്ണം പുരുഷാരം 20,000, 5,000 ആണുങ്ങൾ മാത്രം, എണ്ണം ശരിയല്ല. അവിടെയാണ് അത്ഭുതം നടന്നത്. ഇന്ന് പകൽ നീ ആയിരിക്കുന്ന സ്ഥലം ദൈവത്തിന് വിഷയമല്ല, കമ്പനി ദൈവത്തിന് വിഷയമല്ല, ദേശം ദൈവത്തിന് വിഷയമല്ല, വ്യക്തികൾ ദൈവത്തിന് വിഷയമല്ല, എണ്ണം ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽ എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരം തട്ടി ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. അത് വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോൾ ജഗതന ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകലും അത്ഭുതം ചെയ്യും. അപ്പൊ ഇവിടെ യൂദ ദൃഷ്ടാന്തം പറയുകയാണതേ, അവര് കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചൊക്കെ ഇറങ്ങിയതാ, ജ്ഞാനപ്പെട്ടതാ കേട്ടോ, സ്വതന്ത്രം. പക്ഷെ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ പൊതുമീറ്റിങ്ങിനും കൂടെ പോകുന്ന ആളാണല്ലോ. ഇപ്പോൾ പിറ്റേന്ന് ഞായറാഴ്ചയാണ്, ശനിയാഴ്ച പോയിട്ട് വന്നു. അപ്പോൾ നാളെ ഇന്ന പ്രസംഗം പ്രസംഗിക്കാം. നമ്മുടെ ഉള്ളിൽ ഇഷ്ടംപോലെ പ്രസംഗം കിടക്കുകയല്ലേ. പക്ഷേ രാത്രിയുടെ യാമത്തിൽ ഒരു ദൈവശബ്ദം, അവരിൽ മിക്ക പേരിലും ഞാൻ പ്രസാദിച്ചില്ല. സാമാന്യം നല്ല സെറ്റപ്പുള്ള സഭയാണ്, നല്ല സഭാഹോൾ, മോഡേൺ രീതിയിലുണ്ടാക്കിയൊരു സഭാഹോൾ. എനിക്ക് തോന്നുന്നു അസംബ്ലീസ് ഹോളിൽ ഇത്രയും കാലത്തിന് മുമ്പ് ആ നിലയിൽ ഉണ്ടാക്കിയിട്ടില്ല ഹോള്. സ്തോത്രം. ഇപ്പോൾ വലിയ ഹോളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും 10, 30, 40 കൊല്ലം വിദേശത്ത് താമസിച്ചിട്ടുള്ള ആളുകൾ, അമേരിക്ക ഉൾപ്പെടെ UK ഉൾപ്പെടെ എല്ലാ രാജ്യത്തുള്ള ആളുകൾ. പക്ഷെ വചനം പറഞ്ഞത് അവരിൽ മിക്ക പേരിലും ഞാൻ പ്രസാദിച്ചില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ സെറ്റപ്പ് നോക്കി പ്രസാദിക്കുന്ന ദൈവം അല്ല. വീടിൻ്റെ വലിപ്പം നോക്കി, കാറിൻ്റെ വലിപ്പം നോക്കി, ആളിൻ്റെ വലിപ്പം നോക്കി, ശമ്പളത്തിൻ്റെ വലിപ്പം നോക്കി, കുടുംബത്തിൻ്റെ വലിപ്പം നോക്കി പ്രസാദിക്കുന്ന ദൈവമല്ല. വചനത്തിനകത്ത് നിന്ന് ആത്മനിറവിൽ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കുന്ന ദൈവ പൈതലിലാണ് ദൈവപ്രസാദമെന്ന് തിരിച്ചറിയുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമത്തെ സംഭവം, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. അങ്ങനെയാണ് അല്ലേ? സ്തോത്രം. 1 യെശയ്യാവ് 14 യെഹെസ്കേൽ 28. യെശയ്യാവ് 14 പറഞ്ഞിരിക്കുന്നത് 12 മുതലുള്ള വാക്യമാണ്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വെട്ടേറ്റ് നിലത്ത് വീണു. അപ്പോൾ ഇവൻ്റെ സ്ഥാനം എവിടെയെന്നറിയാമോ? ആകാശം. ആകാശം. ഞാനിതിൻ്റെ ലേഖനം എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആകാശമാണ്. 2 യെഹെസ്കേൽ 28 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് അതിൻ്റെ 16-ാം വാക്യം 14 മുതൽ 16 വരെയാണ്. അവിടെ പർവ്വതം എന്നൊരു പ്രയോഗമാണ്. ദേവപർവ്വതം, അതാണ് അവൻ്റെ സ്ഥാനം. ആകാശം, പിന്നെ ദേവപർവ്വതം അവിടെയാണ്. അപ്പോൾ ഈ സ്ഥാനത്ത് അവനെ ആക്കിയിരുന്നു. വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണേ. ഇപ്പോൾ ഈ സംഘടന നമ്മളെ ഒരു സ്ഥാനത്താക്കുന്നത് പോലല്ല, ദൈവം ഡയറക്റ്റ് ഈ നന്നായി പാടാൻ കഴിവുള്ള ഈ ലൂസിഫർ എന്ന് പറയുന്ന ചിറക് വിടർത്തുമ്പോൾ മനോഹരമായ ഗാനബീജികൾ സ്വർഗ സ്ഥലങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചു. പക്ഷേ ഈ നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇല്ലാത്ത ഒരു പ്രമോഷന് വേണ്ടി ഇദ്ദേഹം ദാഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
ആക്കി വെച്ച സ്ഥാനം വിശ്വസ്തമായി കൈകാര്യം ചെയ്തില്ല. മനസ്സിലാവുന്നൊരു ഇവിടുത്തെ പരാജയമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എൻ്റെ ചോദ്യം, സൺഡേ സ്കൂൾ ടീച്ചർ ആ സ്ഥാനത്ത് ക്ലിയറാണോ? ഹലോ, എൽഡർ ആ സ്ഥാനത്ത് ക്ലിയറാണോ? കാഴ്ച കൈകാര്യം ചെയ്യുന്ന ആൾ ആ സ്ഥാനത്ത് ക്ലിയറാണോ? ഏതാണോ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല അതിൽ നിങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ, ആ ദൂതന്മാരെ മാറ്റിയെങ്കിൽ, അവരെ ശിക്ഷിച്ചെങ്കിൽ നമ്മളെ ശിക്ഷിക്കും. അതാണ് ഇവിടുത്തെ ദൃഷ്ടാന്തം. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? പോരാ, ശക്തിയോടെ. നമ്മളെ ചാരിയിരുന്ന് ആഘോഷമായി കേൾക്കുന്ന കാര്യമല്ല, ന്യായവിധിയെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അപ്പം ചെറുതായാലും വലുതായാലും ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ഇനി സഭയെ സംഘടിപ്പിച്ചു കൊണ്ടുപോകാം, സഭയെ ഒരുക്കിക്കൊണ്ടുപോകാം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നലെ ഒരു പാസ്റ്റർ പറയുകയാണ്, പാസ്റ്ററെ ഒരാൾ പോലും അനുകൂലമല്ലെന്ന്. എന്തായിരിക്കും അതിൻ്റെ കാരണം? യേശുവിന് എത്ര പേര് അനുകൂലം ഉണ്ടായിരുന്നു? നിങ്ങൾ പറ. പരീശന്മാരനുകൂലമായിരുന്നു, സദൂക്യരനുകൂലമായിരുന്നു, ശാസ്ത്രിമാരനുകൂലമായിരുന്നു, മഹാപുരോഹിതന്മാർ അനുകൂലമായിരുന്നു, ഹെരോദ്യരനുകൂലമായിരുന്നു, എസ്സേന്യരനുകൂലമായിരുന്നു. പറ. അല്ല, യഹൂദാ ജനം സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ കൈക്കൊണ്ടല്ലേ. അപ്പം ശരിക്കും ശുശ്രൂഷിച്ചാൽ ആരും കൂടെ കാണത്തില്ല. ആരെ പ്രസാദിപ്പിക്കണം? കുറച്ച് പറ. ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ആര് പ്രസാദിച്ചില്ലെങ്കിലും ദൈവം പ്രസാദിക്കണം. ദൈവത്തെ നിങ്ങൾ പ്രസാദിപ്പിച്ചാൽ നിങ്ങൾ അവിടെ കാണും ദൈവത്തോടൊപ്പം. പിടിയിടുന്നുണ്ടോ? ഇനി പൗലോസിന് ആരൊക്കെ അനുകൂലം? നിങ്ങൾ പറ. യഹൂദന്മാരാലുണ്ടായ കൂട്ടുകെട്ടെന്നാണ് അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ. കൂട്ടുകെട്ടുണ്ടാക്കി, കലക്കമുണ്ടാക്കി, ജനത്തെ ഇളക്കി, 3 തവണ ജയിൽ, അങ്ങനല്ലേ നമ്മൾ വായിക്കുന്നത്. ഫിലിപ്പിയിലെ ഉപദ്രവം, അവിടുന്ന് വിട്ട് തെസ്സലോനിക്ക, അവിടുന്ന് അവരിളക്കി, 3 ആഴ്ച അവിടെ നിർത്തിയുള്ളൂ. അവിടുന്ന് ബെരോബ വന്നു, അവിടുന്ന് കൊരിന്തി വന്നു, ഏതൻസി വന്നു. സോദരം ചുരുക്കത്തിൽ പറഞ്ഞ പുള്ളി ഭാരപ്പെട്ടു പോയി. കൊരിന്തി വന്നപ്പോൾ പറഞ്ഞു, ഈ പട്ടണത്തിൽ എനിക്ക് വലിയ ജനമുണ്ട്, ആമേ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ പറഞ്ഞു. ഇവിടെ ഇടിയില്ലോ, പുള്ളി എങ്ങും കാലുറപ്പിച്ച് നിർത്തിയില്ല. ഹലോ, ശരിക്കും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ കാലുറപ്പിച്ച് നിർത്താത്ത ആമേൻ ആളുകൾ ഭൂമിയിലുണ്ട്. പക്ഷെ അവസാനം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വെളിപ്പാട് കൃത്യമാണ്. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നില്ല. തീർന്ന കർത്താവിനെ സ്തുതിക്കാമോ? ഇനി അതിൻ്റെ മറുഭാഗം കൂടെ ഞാൻ പറയാം. എന്താ തോമാച്ചായ എന്ന് തോളിത്തട്ടി തടവിയില്ലെങ്കിലും തീർത്ത നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെക്കുറിച്ച് അച്ഛാ ഇന്ന ഭാഗം ക്രമീകരിക്കണമെന്ന് പറഞ്ഞാൽ അതായിരിക്കും റൈറ്റ്. നമ്മൾ ചേർന്ന് ദൈവത്തെ സൂചിച്ചാണ്. എടാ, ഇന്ന് ഞാനിട്ട ഹോംവർക്ക് നീ നാളെ പഠിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്ന സാറാ നല്ലത്. നീ അങ്ങ് പഠിച്ചോളുമെന്ന് പറഞ്ഞാൽ ഇവൻ പരീക്ഷ എഴുതി കഴിയുമ്പം താഴെയായിരിക്കും, പഴയ ക്ലാസ്സിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു ചൂടുപൊടി എടുത്ത പഴയ മത്തായി സാറിനെയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. മത്തായി സാറിൻ്റെ ക്ലാസ്സിൽ ഒരുത്തൻ ഹോംവർക്ക് ചെയ്യാതെ വരാൻ നോക്കുകയില്ല. പിടിയിടുന്നുണ്ടോ? ആ ക്ലാസ്സിലെ പിള്ളേർക്കെല്ലാം നല്ല മാർക്കുവാ, പേടിയാ. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നല്ല സാർ വടിയെടുക്കും.
അതാ പൗലോസ്, ഞാൻ ഇനി വടിയോടുകൂടെ നിങ്ങളുടെ അടുക്കൽ പറ വരണമോ? നല്ല സാർ വടിയെടുക്കും. അപ്പോൾ ഇന്ന് പകൽ നമ്മളൊരു കാര്യം ഓർത്തോണം, കോംപ്രമൈസിൻ്റെ ശുശ്രൂഷകളല്ല ആത്മീക ശുശ്രൂഷ. ജനത്തിൻ്റെ പാപത്തെ ഉണർത്തി പരാജയത്തെ വിളിച്ചു പറഞ്ഞ് സ്തോത്രം മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആകുന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളുടെ ദൂതനകത്ത് 2 സഭ ഒഴിച്ചു ബാക്കി എല്ലാ സഭകളിലും മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? എഫേസോ സഭ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് അല്ലേ? പിന്നെ സ്മുർന്നയിലെ സഭയോട് എന്താ പറയുന്നത്? നീ മരിച്ചവനാ, നിനക്ക് ജീവനുണ്ടെന്നുള്ള പേരേ ഉള്ളൂ, അതുകൊണ്ട് നീ കേട്ടതിനൊത്തവണ്ണം മാനസാന്തരപ്പെട്ട് വരെ. ലവോദിക്ക സഭയോട് എന്താ പറഞ്ഞത്? നീ ശീതവാനുമല്ല, പറ ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണവാനാ, ഞാൻ നിന്നെ ഉണ്ണുകളയും. ഹലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7 സഭയിൽ 5 എണ്ണത്തിനും മാനസാന്തരം വേണം. നീ ദുർനടപ്പാതിരിക്കുന്നു, നീ ഈ സഭയിൽ ചുമക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ സഭയുടെ നാഥന് പേടിയില്ല. കാരണം ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ഈ ക്രൂശ് മരണം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഏതെങ്കിലും മേഖലകളിൽ ഒരു മടങ്ങി വരവ് വേണമെന്ന് തോന്നുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമല്ല, നിങ്ങൾക്കത് നേട്ടമാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാനിട വരത്തില്ല. അതുകൊണ്ട് ഒരു വചനം കേൾക്കുമ്പോൾ, ഒരു വചനം ധ്യാനിക്കുമ്പോൾ, ഒരു പ്രസംഗം നിങ്ങളുടെ പാസ്റ്റർ പറയുമ്പോൾ അതെന്നോടുള്ള ദൂതാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ഒന്ന് യഥാസ്ഥാനപ്പെടാൻ ആര് തയ്യാറാകുമോ അവർക്കുള്ളതാണ് നിത്യത. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അതിൽ കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ദൂതന്മാരെ അന്ധകാരത്തിൻ്റെ ചങ്ങലയിട്ട് ഇരുട്ടുകൊണ്ടുള്ള ചങ്ങല, എവർ ലാസ്റ്റിംഗ് ചെയിൻ, ഇരുട്ടുകൊണ്ടുള്ള നിത്യമായ ചങ്ങല. ഈ മിസ്രൈമിലെ കൂരിട്ട് തട്ടുമായിരുന്നെന്നാണ് പറയുന്നത്. ഇപ്പോൾ വാച്ച് ഇവിടെ ഇരിക്കുന്ന ഇത് തട്ടുമ്പം അതൊരു ഒരു സാധനം ഇരിക്കുന്നത് പോലെയായിരുന്നു മിസ്രൈമിലെ കൂരിരുട്ട്. ഇതുപോലെയുള്ള ആ ശക്തിയുള്ള ചങ്ങല കൊണ്ട് ഈ പാപം ചെയ്ത ദൂതന്മാരെ റിമാൻഡിൽ വെച്ചിരിക്കുകയാണ്. അവരെ ന്യായം വിധിച്ചിട്ടില്ല, അവരെ റിമാൻഡിൽ വെച്ചിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം പറയാമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മളൊരു തീരുമാനമെടുത്തോണം. പാട്ടായാലും പ്രാർത്ഥനയായാലും സ്വോത്രാഴ്ചയുടെ കാര്യമായാലും ആമേൻ സ്തോത്രം, എല്ലാത്തിലും ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥാനത്ത് വിശ്വസ്തരായിരിക്കണം. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? മൂന്നാമത്തെ സോദോം ഗൊമോറ സെക്സ്വൽ ഇമ്മൊറാലിറ്റിയാണ്. നമുക്കറിയാം. പ്രൈസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജഡത്തിൻ്റെ പാപമാണ്, ശരീരം കൊണ്ടുള്ള പാപമാണ്. ആമേൻ. ദൈവം അനുവദിക്കാത്ത വചനവിരുദ്ധമായ ഒരു ജഡത്തിൻ്റെ പാപം വരരുത്. ആമേൻ. കൊരിന്ത്യലേഖനത്തിൽ നിന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനല്ലേ? സ്തോത്രം. നിങ്ങളവനെ പുറത്താക്കി കളയണം. സഭ എന്ന ശരീരം ദുർനടപ്പിൻ്റേതല്ല, അത് അശുദ്ധിയുടേതല്ല, മറിച്ച് എന്താണത്? വിശുദ്ധിയുള്ള ശരീരമാണ് സഭയുടേത്. അതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ശുദ്ധിയുള്ളതായിരിക്കണം ദൈവസഭ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു വ്യക്തിക്കോ വസ്തുവിനോ വേണ്ട യോഗ്യതയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെയോ ദൈവസ്ഥാനത്തെയോ സമീപിക്കുന്നതിന് ഒരു വ്യക്തിക്കോ വസ്തുവിനോ വേണ്ട യോഗ്യതയാണ് വിശുദ്ധി. ഹഗിയോസ്, കത്രോസ് എന്ന ഗ്രീക്ക് പദങ്ങളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പാറ്റി വൃത്തിയാക്കിയ ധാന്യം, ചേരുവയില്ലാത്ത ലോകം, സൂര്യപ്രകാശം, പച്ചവെള്ളം എന്നൊക്കെയാണ് ആ പദങ്ങളുടെ അർത്ഥം. പാറ്റി വൃത്തിയാക്കിയ ധാന്യം എന്ന് പറഞ്ഞാൽ ഗോതമ്പോ യവമോ ഒക്കെ എടുത്ത് പാറ്റി കൊഴിച്ചതിൻ്റെ മങ്കും കീടവും പുറത്ത് കളഞ്ഞിട്ട് കലത്തിലിടാൻ പാകത്തിൽ വേർതിരിച്ചെടുത്തതെന്തോ അതാണ് സഭ. അല്ല ആ മങ്കും ഈ മങ്കും ആ 28 കെട്ടും ഈ 16 അടിയാന്തറും സ്വോത്രം ആ പലിശയ്ക്ക് ഉടുപ്പും ഈ കുതികാല് വെട്ടിയവനെയും കൂടെ കൊണ്ടുപോകുന്ന സ്ഥലമല്ല. ഇത് ശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ചേർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പിന്നെ പൊന്ന്, വെള്ളി മുതലായ ലോഹങ്ങൾ തീയിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ മാലിന്യം മാറിയിട്ട് ക്യാരറ്റ്, ഇത്ര ക്യാരറ്റ് എന്ന് പറഞ്ഞ്
പുറത്തു വരുന്ന ആ ശുദ്ധിയുള്ളതാണ് ദൈവസഭ എന്ന് പറയുന്നത്. 3, നല്ല പാറയിൽ നിന്ന് വെട്ടിയ വെള്ളം കലക്കമില്ലാതെ തെളിഞ്ഞ നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കുന്നത് പോലെ കാണുന്ന തെളിഞ്ഞ വെള്ളത്തിനാണ് സഭയെന്ന് പറയുന്നത്, ശുദ്ധി എന്ന് പറയുന്നത്. ശുദ്ധീകരണം, വിശുദ്ധി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നതാണ്. ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കിയാൽ കറുത്ത പാടുകൾ അതിനകത്തില്ല. അതിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ശുദ്ധീകരണം എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവസഭ പാറ്റുവൃത്തിയതാക്കിയ ധാന്യം പോലെയാണ്. ദൈവസഭ സൂര്യപ്രകാശം പോലെ വെണ്മയായതാണ്. ദൈവസഭ തെളിഞ്ഞ വെള്ളം പോലെയുള്ളതാണ്. അതിനകത്ത് കലക്കങ്ങളില്ല, കലഹങ്ങളില്ല, രണ്ടഭിപ്രായങ്ങളില്ല. ഏകാത്മാവിനാൽ അത് ഒരുമനപ്പെട്ടു പോകുന്നതാണ് ദൈവസഭ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? അപ്പോൾ 3 മേജർ സംഭവങ്ങൾ. ആമേൻ. ദൈവം വന്ന് നോക്കി പറഞ്ഞതുപോലെ തന്നെ എല്ലാം പാപം ചെയ്തു. സ്തോത്രം. ആ തീ ഇറക്കി അങ്ങ് നശിപ്പിച്ചു. അപ്പം 3 സംഭവം. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ അങ്ങ് എത്തിയില്ല, വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചു. സ്തോത്രം. 2, പാപം ചെയ്ത ദൂതന്മാരെ ശിക്ഷയ്ക്ക് റിമാൻഡിൽ വെച്ചിരിക്കുന്നു. 3, പിന്നെ സോദോം ഗൊമോറയെ ന്യായം വിധിച്ചു, അത് അക്ഷരികമായിട്ട്. ഇതാണ് 3 സംഭവങ്ങൾ. ഇനി 3 വ്യക്തികൾ വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. 1, കയീൻ. കയീൻ്റെ പ്രശ്നം അവൻ്റെ മനോഭാവം ശരിയായിരുന്നില്ല. ശ്രദ്ധിക്കണേ, അവൻ്റെ മനോഭാവം ശരിയായിരുന്നില്ല. യാഗത്തിൻ്റെ വ്യവസ്ഥ അറിഞ്ഞിട്ടും വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ചില്ല. നമ്മളെല്ലാവരും ഇവിടെ ഇല്ലയോ? ഞാൻ ഈ വിടുതലിൻ്റെ തോതല്ലേ നമ്മളെന്നും കേൾക്കുന്നേ. ഇത് ക്രമീകരിച്ചല്ലേ നമുക്ക് അങ്ങ് പോകാനൊക്കത്തില്ല. ഈ യാഗത്തിൻ്റെ വ്യവസ്ഥ അറിഞ്ഞിട്ടും വ്യവസ്ഥ പ്രകാരം ആരാധിച്ചില്ല. ഇപ്പം നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ വിസ വേണമെന്നും ടിക്കറ്റ് വേണമെന്നും പാസ്പോർട്ട് വേണമെന്നും നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പോകാൻ നേരത്ത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്യും. വിസ എടുത്തോ, ടിക്കറ്റ്, പാസ്പോർട്ട് എടുത്തോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ? എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? എയർപോർട്ടിൽ പോയിട്ട് അബദ്ധം പറ്റിയിട്ട് നമ്മൾ തിരിച്ചു പോരരുത്, ഫ്ലൈറ്റ് മിസ്സാകരുത്, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെല്ലണം. ഇത് ഇത്ര ക്ലിയറായിട്ട് രണ്ടാമതൊന്നുകൂടെ ചെക്ക് ചെയ്യുമെങ്കിൽ യുഗായുഗം നിത്യമായി വാഴേണ്ട സ്ഥാനത്തേക്ക് പോകാൻ 2 പ്രാവശ്യം ചെക്ക് ചെയ്താൽ പോരാ, 20 പ്രാവശ്യം ചെക്ക് ചെയ്യണം. എന്നോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? പോരാ, ശക്തിയോടെ ഹല്ലേലൂയ. പണ്ടാരണ്ട് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവിൽ 2 അത്ഭുതങ്ങൾ സംഭവിക്കും. 1, ഇവിടെ നിന്ന് പോകുമെന്ന് വിചാരിച്ച പല ആളുകളും പോയില്ല. 2, പോകത്തില്ലെന്ന് നമ്മൾ പറഞ്ഞ പലരും അവിടെ പോയി. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ആഴത്തിൽ ഗ്രഹിക്കണം, നമുക്ക് നിത്യത നഷ്ടപ്പെടരുത്. കരമേറിയ കർത്താവിനെ സ്തുതിക്കാമോ? ഒരാ ശക്തിയോടെ. അപ്പോൾ കയീൻ്റെ പ്രശ്നം അനിയനാടുണ്ട്, അപ്പനാടുണ്ട് അല്ലേ? പക്ഷെ പുള്ളി കൃഷി സാധനം കൊടുക്കുകയുള്ളൂ, എനിക്കുള്ളതല്ലേ തരാൻ പറ്റൂ. അതാണ് പുള്ളിയുടെ മനോഭാവം. ടിക്കറ്റ് കൊണ്ടുപോയെങ്കിലേ പോകാനൊക്കൂ. ടിക്കറ്റൊന്നും ഇല്ല, ഇപ്പം എനിക്കുള്ളതേ കൊണ്ടുവരാൻ പറ്റൂ. വോട്ടർ ഐ ഡി എൻ്റെ കയ്യിൽ ഉണ്ട്, ഞാൻ വോട്ടർ ഐ ഡിയും കൊണ്ട് പാസ്പോർട്ട് ഓഫീസിലോട്ട് എയർപോർട്ടിലോട്ട് വരിക. വോട്ടർ ഐ ഡി നിൻ്റെ പോക്കറ്റ് വെച്ചിരുന്നാൽ മതി. ഇവിടെ പോകണമെങ്കിൽ നിനക്ക് ടിക്കറ്റും വിസയും പാസ്പോർട്ടും ഉണ്ടാകണം, എനിക്കുള്ളതേ തരാൻ പറ്റൂ. അങ്ങനല്ല. വ്യവസ്ഥ എന്താണോ, വചനമെന്താണോ, ദൈവമെന്ത് പറയുന്നോ ആ വ്യവസ്ഥയിലേക്ക് നമ്മുടെ മനോഭാവത്തെ ചേഞ്ച് ചെയ്യണം. സക്കറിയ സാറ് പഠിപ്പിച്ച ഒരു വചനത്തിൻ്റെ വ്യാഖ്യാനം എൻ്റെ ഹൃദയത്തിൽ മായാതെ കിടപ്പുണ്ട്. എഫ്രൈം മറിച്ചിടാത്ത ദോശ അല്ലേ? യു ആർ ലൈക്ക് ആൻ അൺടേൺ കേക്ക്. മറിച്ചിടാത്ത ദോശ. എന്താ അതിൻ്റെ വ്യാഖ്യാനം? അവൻ പിടിച്ചിരിക്കുന്ന ഉപദേശത്തിൽ നിന്ന് അവനെ മറിച്ചിടാൻ പറ്റുന്നില്ല, അവൻ്റെ മനോഭാവത്തിൽ നിന്ന് അവനെ മറിച്ചിടാൻ പറ്റുന്നില്ല, അവൻ്റെ തീരുമാനത്തിൽ നിന്ന് അവനെ മറിച്ചിടാൻ പറ്റുന്നില്ല,
അവൻ്റെ ലോകമോഹത്തിൽ നിന്ന് അവനെ മറിച്ചിടാൻ പറ്റുന്നില്ല. അവൻ്റെ ജഡമോഹത്തിൽ നിന്ന് അവനെ മറിച്ചിടാൻ കഴിയുന്നില്ല. ഹലോ, പരിശുദ്ധാത്മാവിന് നമ്മെ മറിച്ചിടാൻ കഴിയണം. വചനത്തിന് നമ്മെ മറിച്ചിടാൻ കഴിയണം. ആത്മാവിൻ്റെ നിയോഗങ്ങൾക്ക് നമ്മെ മറിച്ചിടാൻ കഴിയണം. കരം തട്ടി ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാണ്. ഓരോ വചനവും കരിഞ്ഞു പോകാതിരിക്കാൻ, നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മറിച്ചിടപ്പെടണം. എല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഡബലരകതല എവിടെയാണ് കരിയുന്നത്? എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, അവൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നു. പക്ഷേ അവനതറിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? വാഗ്ദത്തമുള്ളവനാണ് എഫ്രയീം. അവനതറിയുന്നില്ല, അവൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നത്. കൈനേ, സ്തോത്രം, നീ നന്മ ചെയ്യുകയിൽ ദൈവപ്രസാദം ഉണ്ടാകില്ലയോ? അപ്പോൾ കൈൻ എന്ത് ചെയ്തില്ല? നന്മ ചെയ്തില്ല. കൈനേ, നീ കോപിക്കുന്നതെന്താ? അപ്പോൾ കോപിക്കുകയാണ് പുള്ളി. കൈനേ പിന്നെന്ത് ചെയ്തു? കൊലപാതകം. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് ആരാധിച്ചവനെ കൊന്നു, നല്ലതുപോലെ വചനം പറഞ്ഞവനെ കൊന്നു. പ്രവാചകന്മാരെ കൊല്ലുകയും കല്ലെറിയുകയും ചെയ്യുന്നവളെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം പറ. സാക്ഷാൽ യേശു പറഞ്ഞ കാര്യമാണ്. ഇവർക്ക് ദൂതൊന്നും വിഷയമല്ല, കല്ല് അവരുടെ കയ്യിലുണ്ട്. ഇവർക്ക് വചനമൊന്നും വിഷയമല്ല, ഇവരുടെ കയ്യിൽ കല്ലുണ്ട്. ജ്യൂസിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു, പൗലോസിനെ കല്ലെറിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ കല്ലെറിയാൻ നോക്കി. അതുകൊണ്ടാണ് കർത്താവ് പ്രവചിച്ച് പറഞ്ഞത്, പ്രവാചകന്മാരെ കൊല്ലുകയും കല്ലെറിയാൻ ചെയ്യുന്നവളേ എന്ന് പറഞ്ഞ് ആമേൻ വിളിച്ചത്. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരണം. ഇന്ന പാസ്റ്റർ പഠിപ്പിച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആ പാസ്റ്റർ പറയുന്ന പോലെ പോകുമെന്ന് പറഞ്ഞാൽ പുസ്തകം അനുസരിച്ച് വിധിക്കൂ. ആ പാസ്റ്റർ പറയുന്ന പോലെയല്ല. ഇന്ന ആചാരമാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ആചാരമല്ല, പുസ്തകം എന്ത് പറയുന്നു അതാണ് നമുക്ക് മാതൃക. ചേർന്ന കർത്താവിനെ സ്തുതിക്കാമേ. പോരാ, ശക്തിയോടെ. അപ്പോൾ നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരേണ്ട മണ്ഡലങ്ങളിൽ മാറ്റം വരുത്തി മറിച്ചിടേണ്ട സമയത്ത് നമ്മെ ഉപദേശം കൊണ്ടും വചനം കൊണ്ടും ആത്മനിയോഗം കൊണ്ടും ദൈവകൃപ കൊണ്ടും കരിയാതെ നമ്മൾ മറിച്ചിടപ്പെടണം. ഈ അമ്മമാർ ദോശ ഇടുമ്പോഴേ മാവ് കോരി ഒഴിച്ച് കഴിയുമ്പം അവർ വേറെ എന്തെല്ലാം പരിപാടിക്ക് പോയാലും ഈ മറിച്ചിടേണ്ട സമയമാകുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ചട്ട് കൊടുത്ത് കയറ്റി അങ്ങ് തിരിക്കും. കാര്യം അതില്ലെങ്കിൽ കരിഞ്ഞു പോകും. മനസ്സിലാവുന്നുണ്ടോ? ചിലരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം അടി കരിഞ്ഞു തുടങ്ങി. പക്ഷെ എന്നാലും ചട്ടുകം കയറ്റാൻ സമ്മതിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? കുറേ കരിഞ്ഞാൽ പിന്നെ സഭ മുഴുവനും നാറും, വീട് മുഴുവനും നാറും, ഫ്ലാറ്റ് മുഴുവനും നാറും. അതുകൊണ്ട് ഒരിക്കലും നമ്മളായിട്ട് ഇരുന്ന് കരിയരുത്. തിരിച്ചറിയുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. മറിച്ചിടേണ്ടതൊക്കെ മറിച്ചിട്ടോണം. ഡബാരഗതല വൈഡവന ദീക ശംബര രബല രഗതല. എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ പെരുമാറ്റങ്ങൾ ഉടപരകസ്ഥന ദോഷമുള്ളതാണെങ്കിൽ, വചനത്തിൻ്റെ ക്രമത്തിന് അല്ലാത്തതാണെങ്കിൽ, കർത്താവേ അത് സഭയ്ക്കകത്തൊരു നാറ്റമായി മാറാൻ, എൻ്റെ വീടിനകത്തൊരു നാറ്റമായി മാറാൻ, അത് UAE-യിലൊരു നാറ്റമായി മാറാൻ നീ അനുവദിക്കരുത് പറഞ്ഞ് എന്നെ ഒന്ന് സമർപ്പിച്ച് മറിച്ചിട്ടാൽ ഇന്ന് ആമീൻ കൈന് വന്നത് നമുക്ക് വരത്തില്ല. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? രണ്ടാമത്തെ ആൾ ബിലയാമാണ്. ബിലയാം പുള്ളിപ്രവാചകനാണ്. ശ്രദ്ധിക്കണേ, പുള്ളിക്ക് കാശ് വേണ്ടെന്ന് പറഞ്ഞാലും പുള്ളിയുടെ നോട്ടം മുഴുവൻ കാശിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ദ്രവ്യാഗ്രഹ സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന് തിമോത്തിയോസിൻ്റെ ലേഖനം. പണം നമുക്ക് വേണം, പക്ഷെ സോഴ്സ് ശരിയായിരിക്കണം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ.
പണം നമുക്ക് വേണം, സോഴ്സ് ശരിയായിരിക്കണം. അല്ലെങ്കിൽ പിടിവീഴും, ക്ലിപ്പിടും. മറക്കരുത്. വ്യഭിചാരത്തിൽ വീണ ദാവീദ് മടങ്ങി വന്നു അല്ലേ? യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് മടങ്ങി വന്നു. പക്ഷെ യൂദ മടങ്ങി വന്നില്ല, ആഖാൻ മടങ്ങി വന്നില്ല, ഗേഹസി മടങ്ങി വന്നില്ല, അനന്യാസും സഫീറയും മടങ്ങി വന്നില്ല. അങ്ങനെയെങ്കിൽ വ്യഭിചാരത്തെക്കാൾ കേമമായ പാപമാണ് ദ്രവ്യാഗ്രഹം. കൈ കൊടയേണ്ടവരെല്ലാം കരങ്ങളടിച്ച് കൈ കൊടഞ്ഞ്, കർത്താവേ, ആലയത്തിൽ കൊടുക്കാനുള്ളത് ഞാൻ ആലയത്തിൽ കൊടുക്കും, ദൈവത്തിന് കൊടുക്കാനുള്ളത് ഞാൻ ദൈവത്തിന് കൊടുക്കും. അന്യമായതൊന്നും എൻ്റെ പോക്കറ്റിൽ കാണരുത്. അതെൻ്റെ തലമുറയ്ക്ക് നല്ലതല്ലെന്ന് ചിന്തിക്കുന്നവർ കരം തട്ടി ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. യോഗ്യമല്ലാത്തതൊന്നും എൻ്റെ പാളയത്തിൽ വേണ്ട. ഉടകബലരകജലഘടക ശമനപരബലമൗഢം ശംബരബലപരബലമൗഢജാലഘടകസി. മനസ്സിലാവുന്നുണ്ടോ ഈ പറഞ്ഞു വരുന്നത്? യേശുവിനൊരു കൊച്ചു മുതലാളിയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചുകൂടായിരുന്നു. യേശുവിനെ ഒരു കൊച്ചു മുതലാളിയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചുകൂടായിരുന്നോ? പറ. പക്ഷെ ജനിച്ചു വീഴാൻ ഇടമില്ല, കരം കൊടുക്കാൻ പറ കാശില്ല, വല്ലവൻ്റെയും കല്ലറ, വല്ലവൻ്റെയും പടക്. പിടിയിടുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നേ? അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആകണമെന്നല്ല പറഞ്ഞ്, ദൈവം നമ്മളെ നടത്തുന്നത് പോലെ ആകാം. പക്ഷേ മറ്റവൻ്റെ പോക്കറ്റിലിരിക്കുന്നത് എൻ്റെ പോക്കറ്റ് വരണമെന്നുള്ള ആക്രാന്തം കയറിയാൽ ദ്രവ്യാഗ്രഹത്തിൽ വീണു. കരം തട്ടി ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ യോഹന്നാൻ മാനസാന്തര പ്രസംഗം പ്രസംഗിക്കില്ലേ, യേശു പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഈ പട്ടാളക്കാർ ചോദിച്ചു, ഞങ്ങളെന്തോ ചെയ്യണം? ആളുകളെല്ലാം വന്ന് സ്നാനപ്പെടുക. അപ്പോൾ പെട്ടെന്ന് കണ്ണെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പീൻ. എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു പറിക്കാൻ പോരുന്നു. പേടിയില്ലേ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്നുള്ളതാണ് യോഹന്നാൻ്റെ പ്രസംഗം. ഹലോ, കർണകഠോരമായിരുന്നു. ദൈവം അതിനുവേണ്ടി അവനെ നിയോഗിച്ചതാണ്. സർപ്പസന്തതിയിലെ പാമ്പിൻ്റെ മക്കളെന്നാണ് വിളിച്ചേ. ആദാമിനാൽ വഞ്ചിക്കപ്പെട്ട പാമ്പിൻ്റെ തലമുറയെന്നാണ് നോക്കി വിളിച്ചത്. ഹലോ പൊന്നച്ചാ, എന്തുകൊണ്ട് വിശേഷമെന്നൊന്നും അല്ല ചോദിച്ചത്. ഇവിടെ ഇല്ലേ, ഞങ്ങളുടെ സഭയിൽ സെക്രട്ടറിയാ എന്ന് പറഞ്ഞ് മെഴുകൊന്നും തേച്ചില്ല. ആര്? യോഹന്നാൻ സ്നാപകൻ. നീ സെക്രട്ടറിയാന്നേ അവിടെ ഇരുന്നോ, പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ വചനം അനുസരിക്കാതെ പോകാനൊക്കത്തില്ല. നിങ്ങളുടെ കരമുയർന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലോറൻസ് വാസ്തന് ജയിലാലിൻ്റെ കണക്ക് പണ്ടൊന്നുമില്ലായിരുന്നു, ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ലോറൻസ് വാസ്തു വേദിയിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും തലപൊക്കത്തില്ല. ഒന്ന് സ്വതന്ത്രം പറയാമോ? അത് ദൈവം കൊടുത്തൊരു അധികാരമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ ഒരു അധികാരം, ഒരഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ളതൊന്നും നമ്മുടെ നേർക്ക് വരത്തില്ല. കരമൊന്നടിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വേണ്ടാത്തതൊന്നും പോക്കറ്റിൽ കാണരുത്, അക്കൗണ്ടിൽ കാണരുത്. നിന്റെ ഭാഗം ക്ലിയർ ആയിരിക്കണം. വലിയ പ്രവാചകന, പക്ഷേ അവൻ തകർന്നു പോയി. സ്തോത്രം. ആമേൻ. അടുത്തത് കോരഹാണ്. പുള്ളിക്കൊരു കസേര വേണം. എപ്പോഴെവിടെ ചെന്നാലും പുള്ളിക്ക് പറ. അത് പഞ്ചായത്തിൻ്റെ ആയാലും ഇലക്ഷൻ ആയാലും ഇനി MLA-യുടെ ആണെങ്കിലും മന്ത്രിയുടെ ആയാലും പുള്ളിക്കൊരു ചെയർ കൊടുത്തെങ്കിലും ഉള്ളൂ. എന്നാൽ ഈ വേദിയിൽ ചെയർ ഇടാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. നല്ല കാഴ്ചപ്പാടുള്ളവരാരും വേദി ചെയർ ഇടത്തില്ല. കാരണം ഇവിടെ ദൈവം ഇരിക്കാനും നിൽക്കാനും ഇറങ്ങാനും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ പാസ്റ്റർമാരുടെ വലിപ്പം ഉടുപ്പമൊന്നും കാണിക്കാനുള്ള സ്ഥലമല്ല അത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ഥാനത്തിന് വേണ്ടി ഒന്നും മത്സരിക്കരുത്. സംഘടനാപരമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഞാനതല്ല പറയുന്നത്. ഒരാളെ ആക്കുന്നെങ്കിൽ ദൈവം ആക്കുന്നെങ്കിൽ ആയിക്കോ.
പക്ഷെ എനിക്ക് അവൻ്റെതും കൂടെ വേണമെന്ന് പറഞ്ഞ് ആ പൊസിഷന് വേണ്ടി ഒരടിപിടി ഉണ്ടാക്കരുത്. നിത്യതയിലാണ് സ്ഥാനനിർണ്ണയം നടക്കാൻ പോകുന്നത്. ഇവിടെ ഒന്നുമല്ലാത്ത, ഇവിടെ സൂപ്രണ്ടും അല്ല, റവറണ്ടും അല്ല, ഓവർസിയറും അല്ലാത്തവരൊക്കെ അവിടെ ആകാൻ പോവുക. ഇവിടെ സകല തരികിടയും കാണിച്ച് സ്ഥാനം ഉറപ്പിക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഭൂമിയിൽ പെന്തക്കോസിനകത്ത് ധാരാളമുണ്ട്. പക്ഷെ ഒരെണ്ണം അവിടെ കാണുമെന്നുള്ള കാര്യം സംശയമാണ്. ആമേൻ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, തീർത്ത് പറഞ്ഞ് വേഗത്തിൽ നിർത്തുകയാണ് ഇന്ന് പകൽ. ആമേൻ. സ്ഥാനമോഹം അകത്തു വേണ്ട. ഇവിടെ പാടാൻ നിങ്ങളെ വിളിച്ചാക്കിയാലാകെ, നിങ്ങളെ ചുമതല ഏൽപ്പിച്ചാൽ ആമേൻ അതേൽക്കുക. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇടിച്ചു കയറി എനിക്കതാകണം എനിക്കിതാകണം എന്നൊരു ചിന്ത നമ്മുടെ അകത്തു വരരുത്. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ 5 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ, മറഞ്ഞു കിടക്കുന്ന പറഞ്ഞാട്ടെ പാറകൾ. ഇവർ ആര്? കയീൻ. ഇവർ ആര്? ബിലെയാം. ഇവർ ആര്? അവരെവിടെ കിടക്കുന്നതെന്നാണ്? സ്നേഹസദ്യകളിൽ, ലവ് ഫീസ്റ്റിനകത്ത് കിടക്കുക. ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, പിന്നെ പായസമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ സാധനവും കിടപ്പുണ്ട്. ഹലോ, കയ്യിനും അതിനകത്ത് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? ഒന്ന് രണ്ട് ചെറുതായിട്ട് വ്യാഖ്യാനിക്കാം. ഇവർ മറഞ്ഞു കിടക്കുന്ന പാറകൾ, ഹിഡൻ ഡേഞ്ചർ എന്നാണ് ഇംഗ്ലീഷിൽ.